ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. Yes. ഇത് റെക്കോർഡ് ചെയ്യണ്ട, കുഴപ്പമുണ്ടോ? ഇത് റെക്കോർഡ് ചെയ്യണ്ട, കുഴപ്പമുണ്ടോ? ഇല്ല. ഓക്കെ. ഇത് യൂട്യൂബിൽ നമ്മൾ പബ്ലിഷ് ചെയ്യും ആസ് എ കേസ് സ്റ്റഡി, കുഴപ്പമുണ്ടോ? ഇല്ല. ഓക്കെ. എന്താണ് നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടത്? ഞാൻ കുറച്ച് ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 5 ഇയേഴ്സിന്റെ. എന്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്? എനിക്ക് കിട്ടില്ല. ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കുറച്ച് ഗോൾസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 5 ഇയേഴ്സിന്റെ ഗോൾസ്. ഓക്കെ. അപ്പോ അതിനു വേണ്ടി കുറച്ച് സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോ പിന്നെ ഞാൻ ചിലപ്പോ അങ്ങനെ അതിലേക്ക് എത്താൻ പറ്റൂലേ എന്നുള്ള ഒരു എന്താണ് അച്ചീവ് വേണ്ടത് എന്താന്ന് മാത്രം പറയാം. ഇതൊക്കെ നമ്മൾ ചോദിച്ചോളാം. എന്താണ് അച്ചീവ് വേണ്ടത്? ഇതിന്റെ ഈ ഒരു സംസാരത്തിൽ എന്താണ് നിങ്ങൾ അച്ചീവ് വേണ്ടതെന്നുള്ള ഒരു സെന്റൻസിൽ മാത്രം പറയാം. ഒറ്റ സെന്റൻസിൽ പറയാം. എന്താണ് ഫാറൂഖ് സിൻസാനായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അച്ചീവ് വേണ്ടത്, അത് മാത്രം പറയാം. ഞാനൊരു കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനാണ് എനിക്ക് കരിയറിൽ എനിക്ക് ആഗ്രഹം. അപ്പോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ എന്റെ അടുത്ത് സംസാരിക്കുന്നത്. അതും അതിന്റെ കൂടെ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി മാനേജ് ചെയ്യാനുള്ള ഒരു ശരിക്കൊരു ഗൈഡൻസ് എനിക്ക് കിട്ടണം. ഓക്കെ. അപ്പൊ നിങ്ങൾ നിങ്ങൾ അസിസ്റ്റന്റ് പ്രൊഫസർ ആണോ? അല്ല, ഞാനിപ്പോ റിസർച്ച് സ്കോളർ ആണ്, PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിലേക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു കരിയറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അത് കരിയറിന് എത്ര സാധ്യത? 0 to 10 എത്ര സാധ്യത ഉണ്ട് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് കയറാനുള്ള ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച്? 0 to 10 എത്ര ചാൻസ് ഉണ്ട്? 8% ചാൻസ് ഉണ്ട്. ഓക്കെ. എന്റെ ഇതിൽ പൂർണ്ണ എഫേർട്ട് എടുത്താൽ നമ്മൾക്ക് 8%. ബാക്കി ഇതുപോലെ PSC കാര്യങ്ങളും നമുക്ക് പഠിച്ചാനായിട്ട് തരേണ്ടതുണ്ടല്ലോ, അതും കൂടെ കിട്ടണം. അതാ ഞാൻ പറയാൻ കാരണം, നിങ്ങൾ ചിലപ്പം 8 അല്ല, നിങ്ങൾ ചിലപ്പം 10 out of 10 ആയിരിക്കാം. പക്ഷെ ആ 10 ഇട്ടിട്ട് കാര്യമില്ല. കാരണം അവിടെ സെലക്ഷൻ ബോർഡ് വേറെ, ശരിയല്ലേ? അവിടെ നിങ്ങൾ 0 ആണ്. ഞാൻ പോലും 0 ആണ്. കാരണം അത് അവരുടെ തീരുമാനങ്ങളാണ്. അവർക്ക് ചിലപ്പോൾ എന്ത് നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാം, നിങ്ങൾ എടുക്കാം, അല്ലെ എടുക്കാതെ ഇരിക്കാം, എന്തും ചെയ്യാനുള്ള തീരുമാനം അവരെടുത്താണ്, അല്ലേ? പക്ഷെ അത് വിചാരിച്ച് നമ്മൾ എന്തിനാണ് ഇതിനു വേണ്ടി മെനക്കെട്ടണമെന്ന് ചോദിക്കേണ്ട ആവശ്യം, നമ്മൾ മെനക്കെടാം, ശരിയല്ലേ? ഞാൻ പറ്റുന്ന പോലെ എഫേർട്ട് എടുക്കും, ബാക്കി എക്സാക്ട്ലി കറക്റ്റ്. ഓക്കെ. വേറെ എന്താണ്? അത് കൂടാതെ എന്താണ് നിങ്ങൾക്ക് വേറെ? ഞാനിപ്പോ ഒരു ബിസിനസ് കൊണ്ടുപോകുന്നുണ്ട് അതിന്റെ കൂടെ. ഓക്കെ. അതിന്റെ ഒപ്പം തന്നെ ബിസിനസ് എന്ത് ബിസിനസ് ആണെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, അത് ക്ലോത്തുമായി ബന്ധപ്പെട്ട ബിസിനസ് ആണ്. അതായത് നമ്മൾ വുമൺസിന് അത്യാവശ്യമുള്ള, നമ്മളെ സർക്കിളിലുള്ള ആളുകൾക്ക് അത്യാവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ്. കാരണം എപ്പോഴും കടയിലും മറ്റും അവൈലബിൾ ആവാത്ത കാര്യം, അത് ഇമ്പോർട്ടഡ് സാധനങ്ങളാണ്. അപ്പൊ അത് ഇവിടെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബാക്കിയുള്ളവർക്ക്. അപ്പൊ നമ്മൾ സർക്കിളിലുള്ള ആളുകൾക്ക് അത് കൊടുക്കാന്നുള്ളതിൽ ഞാൻ 2 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തു. അതിപ്പോ നല്ല ലെവലിന് പോകുന്നുണ്ട്. പ്രോഫിറ്റബിൾ ആണോ? പ്രോഫിറ്റബിൾ ആണ്. അതില് പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ചെറിയൊരു കുട്ടിയുണ്ട്, 4 മക്കളുണ്ട്. ചെറിയൊരു കുട്ടി, 1 വയസ്സായ കുട്ടിയുണ്ട്. അപ്പോ ഈ റിസർച്ചും ചെയ്യണം, അതിന്റെ കൂടെ ബിസിനസ് കൊണ്ടുപോകുന്നുണ്ട്, പിന്നെ മക്കളെ നോക്കണം. ഇതിൽ മൂന്നിൽ ഏതാ ഇമ്പോർട്ടന്റ്? ഇപ്പൊ ഈ ഒരു സാഹചര്യം, നമ്മളിപ്പോ ഇത് സംസാരിക്കുന്നത് മെയിലാണ്. അപ്പൊ ഇപ്പം ഏതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്? നിങ്ങളുടെ ബിസിനസ് ആണോ, നിങ്ങളുടെ സ്റ്റഡീസ് ആണോ, നിങ്ങളുടെ കുട്ടിയാണോ? 3ഉം ഇമ്പോർട്ടന്റ് ആണ് എനിക്ക്. ഇമ്പോർട്ടന്റ് ഒന്ന് പ്രയോറിറ്റി കൊടുക്കണം ഏതാന്നുള്ളത്, അതിനനുസരിച്ച് വേണം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ. പ്രയോറിറ്റീസ് വർഷം മാറും തോറും ആ പ്രയോറിറ്റീസ് മാറിക്കൊണ്ടിരിക്കും ചെയ്യും. ഓക്കെ. ഇപ്പൊ നിങ്ങൾ 3ഉം പറഞ്ഞോളൂ, കണ്ടിന്യൂ. കാരണം അത് എനിക്ക് 3ഉം എങ്ങനെ മാക്സിമം ഞാൻ ടൈം ഷെഡ്യൂൾ ചെയ്ത് മാനേജ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. പിന്നെ അതിനേക്കാളും ചെറിയൊരു ഷോർട്ട് ടൈം ഗോൾ ഉള്ളത്, ഞാന് ഇപ്പൊ ഈ PhD ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ എനിക്ക് ഒരു ഫെലോഷിപ്പ് അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുക, ഈ ബിസിനസ് ഒന്ന് ഒരുപാട് എഫേർട്ട് എടുക്കാതെ എനിക്ക് ഈ ഫെലോഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. അതിന്റെ PhDന്റെ ഫിനാൻസും അതൊക്കെ അങ്ങനെ ഉഷാറായി പോവും.
അതിന്റെ കൂടെ എനിക്ക് റിസർച്ചും കൊണ്ടുപോകാൻ പറ്റും. ഉം, ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പൊ എനിക്ക് ഇവിടെ കുറച്ച് ബാലൻസ്ഡ് ആക്കാം. ഉം, കാരണം ഇതില് എനിക്കിപ്പോ ഒന്നും കൂടി ക്യാഷും അത്യാവശ്യം ആയതുകൊണ്ടാണ് ഉം, ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നത്. ഉം. അപ്പൊ ഞാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പോ നമ്മള് ഞാന് ഇപ്പോ എന്താണ് ഈ അടുത്ത മാസം ജൂണില് എനിക്ക് ഈ ഒരു എക്സാം ഉണ്ട്, ഫെലോഷിപ്പിന്റെ ഉം, JRF-ന്റെ എക്സാം ഉണ്ട്. ഉം, അപ്പോ ഞാന് മെയിനായിട്ട് ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ എന്റെ ബിസിനസ് അവിടെ ഡള്ളാവും. ഉം, പിന്നെ അതുപോലെ വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനും കുറച്ച് ഉം, പ്രയാസം ഉണ്ടാവും. ഉം, അപ്പോ ഞാൻ ഈ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസത്തോളം ഉണ്ടായ എക്സാമിന്, ഉം, അപ്പൊ ഞാൻ ഈ ഒരു സമയത്ത് ഉം, എനിക്ക് ശരിക്കും എന്റെ ഗോളിൽ ഇത്രയും കാലത്തെ ഏറ്റവും വലിയൊരു ഗോള്, ഭയങ്കര ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ലക്ഷ്യം എനിക്ക് JRF നേടാന്നുള്ളതാണ്. ഉം, അപ്പൊ ഞാൻ ഇതിനു വേണ്ടി 1.5 മാസം ഫുള്ളായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ബാക്കിയൊക്കെ ഉം, മാനേജ് ചെയ്യാതെ കുറച്ച് പ്രയാസം സംഭവിച്ച അതിന് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഉം, ഞാൻ ആകെ ഡെസ്പാവും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. ഉം. അപ്പൊ അതിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊരു ക്ലാരിറ്റി കിട്ടണില്ല. ഓക്കെ, ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ ലീഡർഷിപ്പിന്റെ അപാകതയാണ് ഉള്ളത്. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഞാൻ അങ്ങോട്ട് പറയാൻ, പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞത് അത് ലീഡർഷിപ്പിന്റെ. അപ്പം ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ആ നിങ്ങൾ സ്റ്റഡീസ് നിങ്ങൾ കല്യാണം കഴിച്ച ആളാണല്ലോ അല്ലേ? അപ്പോൾ നിങ്ങളെ ഹസ്ബൻഡിനോട് പോയി നിങ്ങൾ പഠിക്കാനുള്ള PhDക്കുള്ളത് പ്രിപ്പയർ ചെയ്യാൻ പറയാൻ പറ്റില്ല, നിങ്ങൾ തന്നെ പോയി പഠിക്കണ്ടേ? യെസ് ഓക്കെ, നിങ്ങളെ കുട്ടീനെ വേണം നിങ്ങളെ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചുകൂടെ? ഞാൻ ജസ്റ്റ് ഹസ്ബൻഡ് ഇവിടെ ആണെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറയാം. കുട്ടീനെ വേണം നമുക്ക് ഹസ്ബൻഡിനെ നോക്കാൻ പറയാം, അല്ലെങ്കിൽ നിങ്ങളെ പാരന്റ്സിനോട് നോക്കാൻ പറയാം, അല്ലെങ്കിൽ ഒരു ബേബി സിറ്ററിനെ കൊടുത്തിട്ട് ആ കുട്ടീനെ നോക്കാൻ നിങ്ങൾക്ക് പറയാമല്ലോ. പറഞ്ഞേ. മൂന്നാമത്തെ, ബിസിനസ് നോക്കുക. ബിസിനസ് നിങ്ങൾ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തൊഴിലാളിയായിട്ട് മാറാ ചെയ്യണത്. നിങ്ങൾ തന്നെ ബിസിനസ്സിലാണെങ്കിൽ നിങ്ങൾ തൊഴിലാളിയായിട്ട് മാറാം. എത്ര പേര് അംഗീകരിക്കേണ്ട? യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് അതേപോലെ നിങ്ങളെ ഹസ്ബൻഡ് വീട്ടിൽ കുട്ടീനെ മാനേജ് ചെയ്യണ പോലെ തന്നെ നിങ്ങളെ ബിസിനസ് മാനേജ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ചെറിയ ഒരു മാനേജ് മാത്രം ചെയ്യേണ്ടി വരുള്ളൂ, ചെയ്യാൻ ആളുണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ ഈ 3 എണ്ണത്തിൽ നിങ്ങൾ നേരിട്ട് ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, പഠിത്തം മാത്രമേ ഉള്ളൂ. Yes. ശരിയല്ലേ? അതെ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ആലോചിക്കേണ്ടത്, നിങ്ങളുടെ ബിസിനസ് കംപ്ലീറ്റ് നിങ്ങൾ 0 ആക്കിയിട്ട് നിങ്ങളെ സ്റ്റഡീസിലേക്ക് 100 പോയി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ സ്ഥിരം വരുന്ന ക്ലയൻസ് പോലും വരാതാവും. ശരിയല്ലേ? അതെ. നിങ്ങളിപ്പം ലെറ്റ്സ് സേ നിങ്ങൾ ക്ലോത്തിന്റെ ബിസിനസ് ഒരു ഷോപ്പാന്ന് വിചാരിക്കുക. അവിടെ ഒരു മാസം അവർ വരുമ്പോൾ ആ ഷട്ടർ താന്ന് കിടക്കണ കണ്ടാൽ പിന്നെ അവർ വരും, അടുത്ത ഷോപ്പിലേക്ക് പോകില്ലേ? അതെ. അപ്പൊ ആ ഷട്ടർ എപ്പോഴും പൊന്തി കിടക്കണ്ടേ? അതെ. അപ്പൊ ആ പൊന്തി കിടക്കണ ഒരു മാനേജ്മെന്റ് ടീം അല്ലെങ്കിൽ ഒരു വ്യക്തിയെങ്കിലും അവിടെ വേണ്ടേ? അറ്റ്ലീസ്റ്റ് ഒരു മാസം 1.5 മാസം മാനേജ് ചെയ്യാൻ പറ്റിയ ഒരാൾ വേണ്ടേ? വേണം. അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? അങ്ങനെ ഡെവലപ്പ് ചെയ്തിരുന്നു. പക്ഷെ അവിടെയുള്ള ഒരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ ചെയ്യുന്ന പോലെ ആ ഒരു ട്രാക്കൊക്കെ എത്താൻ പറ്റുന്നില്ല. ഞാനിപ്പോ ഈ സീസണൊക്കെ ആവുമ്പോ ഒരുപാട് വർക്ക് വരും. അപ്പോ അവര് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന പോലെ ചിലപ്പോ അവർക്ക് 0-നേക്കാളും നല്ലതാണോ 10? അതെ. അപ്പോൾ അറ്റ്ലീസ്റ്റ് അവർക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 100% കിട്ടുമായിരിക്കും. പക്ഷെ ഒരു കുട്ടീനെ അവിടെ കൊടുത്ത് നിർത്തി കഴിഞ്ഞാൽ നിങ്ങളെ പോലെ ചിലപ്പം ചെയ്യാൻ പറ്റില്ലെങ്കിലും 0 നിന്ന് മേലെ കൊണ്ടുവരാൻ പറ്റുമല്ലോ. അവിടെ കട തുറന്ന് കിടക്കുന്നുണ്ടാവുമല്ലോ. കട എന്നുള്ള വെച്ചാൽ എക്സാമ്പിൾ അതെ. അപ്പൊ ഓൺലൈനിലാണെങ്കിൽ അത് ആരും ഇല്ലെങ്കിൽ അപ്പൊ ഓൺലൈനിൽ ഒരു ഉണ്ട് എന്നുള്ള അറിയാം, പ്രസൻസ് ഉണ്ട് എന്നുള്ള അറിയുമല്ലോ. നിങ്ങൾക്ക് ഒരാൾ എടുത്തൂടെ? എടുക്കാൻ ഞാൻ അതിനൊരു എൻക്വയറി ഒന്നും, അത് എടുക്കാനുള്ളത് അതൊരു പേടിയാണ്. കാരണം ആള് വന്ന് അതൊക്കെ ഞാനിപ്പോ ഈ ഒരു സമയം അങ്ങനെ കുറെ സമയം അതിന്റെ ബാക്കിൽ പോയിട്ട് ഈ എക്സാം അപ്പോഴും ഫെയിലർ ആവും. അവര് അത് ചോദിച്ച് നടക്കാൻ പറ്റിയ വേറെ ആളുണ്ടോ? നിങ്ങൾ സീസണൽ ടൈമിൽ ആരെയും കൊടുന്നു പറഞ്ഞല്ലോ അല്ലേ? ആ കുട്ടീന്റെ നമ്പറോ എന്തെങ്കിലും കോൺടാക്ട് ഡീറ്റെയിൽസ് അവരുണ്ട്. പക്ഷെ അവർക്ക് ഈ വെക്കേഷനിൽ ഒന്നും ചെയ്യാൻ പറ്റൂല, ചെറിയ മക്കളുള്ളതുകൊണ്ട് അവർക്കും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വേറെ ആരെങ്കിലും അവരറിയുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ അന്വേഷിച്ചാൽ കിട്ടേണ്ടതാണ്. പക്ഷെ നിങ്ങൾ തന്നെ അന്വേഷിക്കണമെന്നുണ്ടോ? നിങ്ങൾ അറിയുന്ന വേറെ ആളെ കൊണ്ട് അന്വേഷിപ്പിച്ചാലും പോരെ? നിങ്ങൾ തന്നെ അന്വേഷിക്കണമെന്നില്ലല്ലോ. ഇതൊക്കെ നമുക്ക് എല്ലാവരും ഡി എന്ന ടൈപ്പ് ഇതിനാ നമ്മൾ ഡെലിഗേഷൻ എന്ന് പറയാം. വേറെ ആരൊക്കെ ഉണ്ടെങ്കിലും അന്വേഷിപ്പിക്കുക. അത് ചെയ്തോടെ നിങ്ങൾക്ക്? അന്വേഷിപ്പിക്കാൻ കുഴപ്പമില്ല, അന്വേഷിപ്പിക്കാൻ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. പക്ഷെ ഇതിന്റെ A to Z കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അതിന് നിങ്ങൾക്ക് എത്ര ടൈം പിടിക്കും? ചിലപ്പോ ഒരാഴ്ചയൊക്കെ പിടിക്കും. കാരണം അങ്ങനെ ട്രാക്കിൽ കയറ്റണല്ലോ, ഒരാഴ്ച എന്തായാലും വേണ്ടി. ഓക്കെ, ഒരാഴ്ചയിൽ എത്ര മണിക്കൂർ വേണ്ടി വരും? അത് വരുന്ന ആൾക്കനുസരിച്ചിരിക്കും. പെട്ടെന്ന് അങ്ങനെ ക്യാച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ അധികം സമയം. അപ്പൊ അങ്ങനെ ക്യാച്ച് ചെയ്യുന്ന ഒരാൾക്കുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം?
ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് കുറച്ച് ബന്ധമുള്ള ആളായിരിക്കണം. അപ്പൊ അങ്ങനത്തെ ആളെ ഇതിനെക്കുറിച്ച് മാത്രം നോക്കി ക്ലോത്ത് ഒക്കെ കൊണ്ടുവന്ന അറിയുന്ന. അപ്പൊ അങ്ങനത്തെ ഒരാളെ നോക്കിയിട്ട് കൊടുന്നാൽ പോരെ? അല്ലാതെ സാധാരണ ഒന്നും അറിയാത്ത ആളെ കൊണ്ടുവരുമ്പോഴായിരിക്കും ഒരാഴ്ച ഉള്ളത് 10 ആഴ്ചയായിട്ട് മാറില്ല. അങ്ങനെ അറിയാവുന്ന ഒരാൾക്ക് കുറച്ചും കൂടെ സാലറി കൂട്ടി കൊടുന്നുകൂടെ നിങ്ങൾക്ക്? കുഴപ്പമുണ്ടാവില്ല. പക്ഷെ സാലറി കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി അതിന് റിസൾട്ട് ഉണ്ടാവില്ല എന്നുള്ളൊരു പേടിയും കൂടെ ഉണ്ട്. അതെല്ലാം നോക്കേണ്ടത്. സാലറി കൊടുത്തിട്ട് നിങ്ങൾക്ക് നഷ്ടം വരാണെങ്കിലും കുഴപ്പമില്ല. പ്രശ്നമില്ല. ഓക്കെ. ഇല്ല നിങ്ങൾ സാലറി ലെറ്റ്സ് സേ നിങ്ങൾ ഒരു 10,000 റുപ്യ സാലറി കൊടുക്കുമെന്ന് വിചാരിച്ചോ. നിങ്ങൾക്ക് കച്ചവടം 8,000 റുപ്യന്റെ കച്ചവടം ഉണ്ടായിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. 2,000 റുപ്യന്റെ നഷ്ടം മാത്രം വരുന്നുള്ളൂ. മനസ്സിലാവുണ്ടോ? പക്ഷെ ആൾക്കാർ അപ്പോഴും അറിയണ്ടേ ഈ ബ്രാൻഡ് ഇപ്പോഴും നിലനിൽക്കേണ്ടെന്ന് അറിയണ്ടേ. എത്ര പേർക്ക് മനസ്സിലായി? ക്രിസ്റ്റൽ ക്ലിയർ CC എന്ന് ടൈപ്പ് ചെയ്യാം. മനസ്സിലാവുണ്ടോ? നിങ്ങൾ അവിടെ ബ്രാൻഡ് നിലനിർത്തണം. എല്ലാം ബ്രാൻഡ് പൂട്ടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ള നഷ്ടം 2,000 റുപ്യ നഷ്ടത്തിന് പകരം അതിനേക്കാളും വലിയ നഷ്ടമായിരിക്കും വരില്ല. അതുകൂടാതെ ബ്രാൻഡ് നിങ്ങളെ ഇമേജ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ആ ഒരു ബ്രാൻഡ് നെയിം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോയി എന്നുള്ള അംഗീകരിക്കണ്ടോ അത്? അതെ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? ഈ 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ കളിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സ്റ്റഡീസിന്റെ കാര്യം നിങ്ങൾ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അത് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ശരിയല്ലേ? അതെ. അപ്പൊ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ ചെയ്യുക? അത് എത്രയും പെട്ടെന്ന് ആക്ട് ചെയ്യേണ്ടി വരും. എന്താ നിങ്ങൾ ചെയ്യുക? ആദ്യം ഒരാളെ കണ്ടെത്തും. നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല. നിങ്ങൾ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആളായിരിക്കും? നിങ്ങളൊന്ന് കണ്ടെത്താൻ സഹായിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും? അത് നമ്മളെ ഈ ഒരു ഇതിൽ തന്നെ ചോദിച്ചാൽ മതി. ഇപ്പൊ ഇതിന് അതിന് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വല്ലതും ഉണ്ടോ? അങ്ങനത്തെ ഗ്രൂപ്പ് അതിൽ ചോദിച്ചൂടെ? അതിൽ ചോദിച്ചിരുന്നു നിങ്ങൾ? ഇന്ന് ചോദിക്കാം. എന്ന് ചോദിക്കാൻ പറ്റുക? ഇന്ന് തന്നെ ചോദിക്കാം. എത്ര മണിക്ക് ചോദിക്കാൻ പറ്റും? കോള് ഇത് കഴിഞ്ഞാൽ ചോദിക്കും. എന്തൊക്കെയാണ് പോയിന്റ്സ് അതിൽ പറയാ? 3 പോയിന്റ്സ് കൃത്യമായിട്ട് എന്തൊക്കെയാ പറയാ? ഒന്ന്, ഈ ഓൺലൈനിൽ ഓർഡറും കാര്യങ്ങളൊക്കെ ശരിക്കും കറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ കഴിയണം. പിന്നെ അവർക്ക് പിന്നെ വരുന്ന ക്ലയൻസിന് അവരോട് കറക്റ്റ് ആയിട്ട് ഈ പ്രോഡക്റ്റ് എന്താണെന്നും ഈ ക്ലോത്തിന്റെ ഓരോ ഡിഫറൻസും കാര്യങ്ങളും അതൊക്കെ ശരിക്കും കറക്റ്റ് വിവരിച്ചു കൊടുക്കാൻ പറ്റണം. ഓക്കെ. ഇനി അങ്ങനത്തെ ഒരാൾക്ക് സാലറി എത്രയായിരിക്കും? നോർമൽ സാലറി എത്രയായിരിക്കും? എന്തായാലും ഒരു 10 അല്ലെങ്കിൽ എത്ര? 10 ആണോ? 10,000. 10,000. നിങ്ങൾ എന്താ ചെയ്യുന്നറിയോ? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 10,000 കൊടുക്കണോ? 10,000 കൊടുക്കാം. അങ്ങനെയല്ല. നിങ്ങൾ നോർമൽ 10,000 നിങ്ങൾ 12,000 കൊടുക്കാം. എത്ര പേർക്ക് മനസ്സിലാവുണ്ട് ഇവിടെ? ഇത് ശരിക്ക് അത്ര ഓൺലൈനിൽ ഒരു 10,000 ഒന്നും കിട്ടാൻ സാധ്യത ഇല്ല. അവർക്ക് എനിക്കറിയില്ല. അതിപ്പോ 7,000 ആണെങ്കിൽ 9,000 കൊടുക്കാം. 10,000 ആണെങ്കിൽ 12,000 കൊടുക്കാം. കാരണം നിങ്ങൾക്ക് ആളെ പെട്ടെന്ന് ആവശ്യമുള്ളത്. അല്ലാതെ അവിടെ പേശിൽ നടക്കാൻ പാടില്ല. അവിടെ പേശി കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം നഷ്ടം. നിങ്ങളുടെ സമയം നഷ്ടപ്പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഫെലോഷിപ്പാണ് നഷ്ടപ്പെടുന്നത്. പ്രയോറിറ്റി നോക്കണം നമ്മള്. ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളെ സ്റ്റഡീസ് നടക്കണം, നിങ്ങളെ കുട്ടീനെ നോക്കണം, നിങ്ങളെ ബിസിനസ് നടക്കണം. ശരിയല്ലേ? ഇപ്പൊ ആവശ്യം നമ്മൾക്കാണ്. ആവശ്യം നമുക്കാണ്. നമ്മൾ കൂടുതൽ കൊടുത്താലും യാതൊരു ബുദ്ധിമുട്ടില്ല. ചിലപ്പോ ഈ ഒരു കുട്ടി നാളെ നിങ്ങൾക്കൊരു ഉപകാരമായി മാറും. ആർക്കറിയാം? അപ്പൊ എന്തൊക്കെ സ്റ്റെപ്പ് എടുക്കാം? ബിസിനസിന് ഒരാളെ കണ്ടെത്തണം. ഗുഡ്. റെഡി ആണോ? സ്റ്റഡിയിൽ ഫോക്കസ് ചെയ്യണം. ഗുഡ്. 3, കുട്ടിക്ക് വേണ്ടിട്ട് എന്താ ചെയ്യാ? കുട്ടീനെ നമ്മള് ഞാൻ തന്നെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ ടൈം കണ്ടെത്തി കുറച്ചും കൂടി എഫേർട്ട് എടുത്ത് തന്നെ ചെയ്യണം. ബാക്കി മാനേജ് ചെയ്യാനും ബാക്കി വീട്ടിലുള്ള ആളുകളെയും കൂടെ ഒന്ന് സെറ്റ് ആക്കണം. അതിന് 80-20 പ്രിൻസിപ്പൾ 80% നിങ്ങൾ വീട്ടുകാരോട് പറയാ ചെയ്യാന്നുള്ളത്. പിന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ പാലൂറ്റുള്ള അത് അങ്ങനത്തെ ഫീഡിംഗ് ഒക്കെ ആണെങ്കിൽ ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ ആണെങ്കിൽ അത് 20% ആയിട്ട് എടുക്കാം. ചെയ്യാൻ പറ്റുമോ? ക്ലാരിറ്റി കിട്ടിയോ? കിട്ടി. പിന്നെ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഒരു കാര്യമില്ല, അടുത്ത വേറെ ആളാ. ഇതിലൊരു ക്ലാരിറ്റി കിട്ടി. ഈ ഒരു 3 കാര്യത്തിൽ ക്ലാരിറ്റി കിട്ടിയോ നിങ്ങൾക്ക്? ഇത് കിട്ടി. പക്ഷെ ഇതിന്റെ കൂടെ തന്നെ ഞാൻ വേറൊരു സംഭവം കൊണ്ടുനടക്കുന്നുണ്ട്. അത് ഇനി ഫ്ലോപ്പ് ചെയ്യണോ അതോ കണ്ടിന്യൂ ചെയ്യണോ എന്നും കൂടി ഒറ്റ വാക്കിൽ പറയാൻ പറ്റുമോ? ഞാൻ കൗൺസിലിംഗ് സൈക്കോളജി ഇപ്പോ അതിപ്പം ചെയ്യരുത്. ആയിക്കോട്ടെ. അതിപ്പം ചെയ്ത്. കാരണം അവിടെ നിങ്ങളാണ് വേണ്ടത്. അവിടെ അതിന്റെ എക്സാം ഒറ്റ എക്സാം 2 എക്സാം മാത്രമേ പെൻഡിങ് ഉള്ളൂ. ബാക്കിയെല്ലാം അതിന്റെ പ്രൊജക്റ്റും അതേപോലെ ഇന്റേൺഷിപ്പും എല്ലാം കംപ്ലീറ്റ് ആണ്. അത് ഫെലോഷിപ്പിന് ശേഷം മാത്രം. ഓക്കെ. അതിപ്പം ചെയ്ത് എത്ര പേര് അംഗീകരിക്കേണ്ടത്? ഇപ്പൊ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നിങ്ങൾ പറഞ്ഞു ജീവിതത്തിൽ വലിയൊരു ആഗ്രഹം ഫെലോഷിപ്പ് എന്നൊക്കെ ഒരുപാട് കഥ എന്നോട് പറഞ്ഞു. ശരിയല്ലേ? ഞാൻ അതൊക്കെ കേട്ടു. മനസ്സിലല്ലേ? അതിന്റെ ഇടയിൽ ചെറിയ സാധനം കൊണ്ടുവരാൻ പാടില്ല. അപ്പൊ അതാണ് നിങ്ങൾ ടാർഗറ്റ്. അത് ഫിനിഷ് ചെയ്യുക. അത് ഫിനിഷ് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്റെ അടുത്ത് വന്ന് വരുമ്പോ ഞാൻ പറയും ഇത് ചെയ്തോന്ന് പറയും. ഹാപ്പിയാണോ? ഹാപ്പി. ഗുഡ്. നെക്സ്റ്റ് പ്ലീസ്.